കോഴിക്കോട് മേപ്പയ്യൂരിൽ കോൺഗ്രസ് പ്രവർത്തകൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടവന മീത്തൽ രാജനാണ് മരിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുകയാണ്. മേഘ, എന്താണ് സംഭവിച്ചത്? എവിടെയാണ് തൂങ്ങി മരിച്ചത് അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ. ജിംഷാദ്, കോഴിക്കോട് മേപ്പയ്യൂരിലാണ് കോൺഗ്രസ് പ്രവർത്തകനെ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. നെടുമ്പോയിൽ ഇന്ദിരാഭവനിലെ സൺസൈഡിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. എടവന മീത്തൽ രാജനാണ് മരിച്ചത്. രാവിലെയോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ മൃതദേഹം കാണുന്നത്. ഈ രാജൻ ഒരു പത്ര ഏജന്റ് കൂടിയാണ്. അങ്ങനെ പത്ര വിതരണത്തിനായി രാവിലെ പുറപ്പെട്ട ഇയാൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് തൂങ്ങുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. എന്താണ് ആത്മഹത്യക്ക് പിന്നിൽ എന്നതിൽ കാരണം വ്യക്തമല്ല. ചില മാനസിക പ്രയാസങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഓഫീസിൽ മേഘാമാധവൻ, കോൺഗ്രസ് ഓഫീസിന്റെ സൺഷെയ്ഡിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തകൻ തൂങ്ങി മരിക്കുന്നത്. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾ എങ്ങനെയാണ് പാർട്ടി ഓഫീസിൽ, അതായത് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിക്കുന്നത്? എന്തെങ്കിലും സന്ദേശം അതിന്റെ പിന്നിലുണ്ടാകാം. ഒരുപക്ഷെ കോൺഗ്രസ് ഓഫീസുമായി ബന്ധപ്പെട്ട തനിക്ക് നേരിട്ട ദുരവസ്ഥയുടെ പ്രതിഷേധം കൂടിയാകാം ഒരു പക്ഷേ. മേ ബി. എന്തൊക്കെയാണ് മറ്റുള്ള സഹപ്രവർത്തകരെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? അജിംഷാദ്, പ്രാഥമികമായി അങ്ങനൊരു സംശയം ഈ നിലവിൽ ആളുകൾ പങ്കുവയ്ക്കുന്നില്ല. പറയുന്നത് വർഷങ്ങളായി കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു ഇയാൾ. മകന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അവിടെ നിന്നും ആളുകൾ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ ഈ സൺഷെയ്ഡിൽ ആത്മഹത്യ ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വരും സമയങ്ങളിൽ മാത്രമേ അതിൽ കൃത്യമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ കോൺഗ്രസുമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളുടെ മാനസികമായ ചില പ്രശ്നങ്ങൾ ഇയാൾ അനുഭവിച്ചിരുന്നു. ആ പ്രശ്നം കൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നിലവിൽ മാത്രമല്ല മേഘാമാധവൻ, ഈ സൺഷെയ്ഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികം പുറത്താണ്. ഈ പുറത്ത് ആൾക്കാരൊക്കെ കാണുന്ന സ്ഥലത്ത് എങ്ങനെയാണ് തൂങ്ങി മരിക്കുന്നത്? ഏത് സമയത്താണ് തൂങ്ങി മരിച്ചതായി കണ്ടത്? മീൻസ് എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്ന അടക്കമുള്ള വിവരങ്ങൾ ഉണ്ടോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ? ഇയാൾ സ്ഥലത്തെ ഒരു പത്ര വിതരണക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദിവസേന രാവിലെ തന്നെ ഇയാൾ പത്ര വിതരണത്തിനായി ഇവിടെ ഈ പ്രദേശത്തേക്ക് എത്താറുണ്ട്. ആ സമയത്ത് തൂങ്ങി മരിച്ചതാകാം എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഏകദേശം 6:30 കൂടിയാണ് മൃതദേഹം ഈ പ്രദേശത്തുള്ള ആളുകൾ കാണുന്നത്. ആരും ഇല്ലാത്ത സമയം നോക്കി, പുലർച്ചെ സമയം നോക്കി ആത്മഹത്യ ചെയ്തതാവാം എന്നതാണ് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്നത് ഇയാളുടെ മകൻ ഒരു വിദ്യാലയത്തിൽ പണം നൽകി അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. ജോലി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ മാനസിക പ്രശ്നം ഇയാൾക്കുണ്ടായിരുന്നു എന്നതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്നത് വരും മണിക്കൂറിനുള്ളിൽ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അജിൻഷാദ്.